ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഇപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾ എന്ത് സിറ്റുവേഷനിലൂടെയാണ് പോകുന്നത്, അതിന് നിങ്ങൾ എന്ത് ഗൈഡൻസ് ആണ് എടുക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പൈൽ സെക്കൻഡ് പൈൽ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പൈൽ നോക്കാം. ഓക്കെ, കുറേ പേർക്ക് ഉറക്കമില്ലാത്ത രാത്രികളിലൂടെ കടന്നു പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എന്ത് ചെയ്യണം എന്നറിയില്ല. റിലേഷൻഷിപ്പ് പോയി, ജോലി പോയി, പലരും പല സിറ്റുവേഷനായിട്ട് നെക്സ്റ്റ് എന്ത് ഡിസിഷനൊന്നും എടുക്കണം എന്നറിയാതെ ഭ്രാന്ത് പിടിച്ചിരിക്കുന്ന ഒരു സമയത്തായിരുന്നു നിങ്ങൾ സ്ക്രോൾ ചെയ്തപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടത്. അപ്പോൾ ഏഞ്ചൽസിന് എന്ത് മെസ്സേജാണ് നിങ്ങളടുത്ത് പറയേണ്ടത് നോക്കാം. കുറച്ചൊരു സമാധാനത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നെക്സ്റ്റ് എന്താണ് അറിഞ്ഞിരിക്കേണ്ടത് എന്നുള്ള ഒരു കാര്യത്തിനും കൂടെ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഏഞ്ചൽസിന് നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ എല്ലാം ബ്ലോക്കായി കിടക്കുകയാണ്. നിങ്ങൾ തന്നെയാണ് ബ്ലോക്കാക്കി. നിങ്ങൾ ഭയങ്കര നെഗറ്റീവ് അടിച്ച് നിങ്ങളുടെ ലൈഫെല്ലാം കൊണ്ടുപോയി കളഞ്ഞ് അങ്ങനെയാക്കി ഇങ്ങനെയാക്കി നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും എനിക്ക് നല്ലത് വരത്തില്ല, മോശം 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 എന്ന് പറഞ്ഞ് ഇൻറ്റ്യൂഷൻ ഫുൾ ബ്ലോക്കായിട്ടേക്കുവാണ്. ഓക്കെ, അത് ഇമ്പ്രൂവ് ചെയ്യേണ്ടത് നിങ്ങളുടെ കടമ മാത്രമാണ്. മെഡിറ്റേഷൻ ചെയ്യുക, യോഗ ചെയ്യുക, ആരോടെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് സംസാരിക്കാനുണ്ടെങ്കിൽ സംസാരിച്ച് കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ചെയ്യുക. ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അതുകൊണ്ട് വെറുതെ ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് രക്ഷപ്പെടണം അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലത് വരണം എന്നുള്ളൊരു കീ നിങ്ങളുടെ കയ്യിൽ മാത്രമാണ് ഗൈസ് ഇരിക്കുന്നത്. ഓക്കെ, ആണ് പെർഫെക്റ്റ് ടൈം. ഇതൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് ഫ്ലിപ്പായി വന്ന കാരണമാണ് കേട്ടോ. എല്ലാം എന്ന് പറയുന്നത് എല്ലാം നിങ്ങളുടെ കയ്യിലാണ് ഇരിക്കുന്നത്. ഇതെല്ലാം നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്ത് വരുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് കാർഡ് എന്താണെന്ന് നോക്കാം. നെക്സ്റ്റ് എന്ന് പറയുന്നത് കിങ് ഓഫ് കപ്സ്. ഇത് കാണുന്ന ഒരുപാട് ആൾക്കാർ എനിക്ക് തോന്നുന്നു പാവം പിടിച്ച ആൾക്കാരാണെന്ന് തോന്നുന്നു കേട്ടോ. എനിക്ക് അങ്ങനെ തോന്നുന്നു. ഇവർ കാർഡ് എന്ന് പറയുന്ന പല മീനിങ്ങിലും വരുന്നതാണ്. അതുകൊണ്ട് തന്നെ എനിക്കിത് കണ്ടപ്പോൾ തോന്നിയത് ഒരു കൂട്ടം ആൾക്കാരുണ്ട്. കുറച്ച് ആൾക്കാർ ഈ കുറച്ച് പേഴ്സണായി നിങ്ങളെ പോലും അറിയാം, നിങ്ങളെ മണ്ടരാക്കുന്ന കുറച്ച് ആൾക്കാരാണ് നിങ്ങൾക്ക് ചുറ്റും. നിങ്ങൾക്കറിയാം ഇവർ നിങ്ങളെ മണ്ടന്മാരാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. നിങ്ങളെന്നും അറിഞ്ഞിട്ടും അങ്ങനെ അറിയാത്ത പോലെ നിൽക്കുന്ന ഒരു കൂട്ടം ആൾക്കാരെ ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, അവരെ സംബന്ധിച്ച് അവരുടെ ഇന്നത്തെ ഒരു ഡേ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പൊതുവെ അവരുടെ ലൈഫിൽ കുറച്ച് പ്രശ്നങ്ങളും കാര്യമൊക്കെ ഉണ്ടെങ്കിൽ പോലും ഓക്കെ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റും, അതിന് ക്യാപ്പബിൾ ആയിട്ടുള്ള കുറച്ച് ആൾക്കാരെ ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിലവിൽ അവർക്ക് പ്രശ്നമൊന്നുമില്ല. അവരുടെ ലൈഫ് അവിടെ ഇവിടെ എന്നുള്ളത് അങ്ങനെ ഇങ്ങനെ പോകുന്ന കുറേ ആൾക്കാരുണ്ട്. ഓക്കെ, അങ്ങനെയുള്ള കുറേ പേര് കാണുന്നുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ച് ഏഞ്ചൽസിന് തരാനുള്ള ഒരു മെസ്സേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് നല്ല സമയം വരുന്നുണ്ട്. അതായത് നിങ്ങളുടെ ചുറ്റുമുള്ളവർ നിങ്ങൾ ആരാണ് കളിയാക്കിയിട്ടുള്ളത് അവരൊക്കെ നിങ്ങൾ നല്ലതാണ് എന്ന് പറയുന്ന ഒരു ടൈം ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങളെ കളിയാക്കുന്നവർ നിങ്ങളെ വെറുത്ത് മനസ്സിലാക്കുന്നത്, നിങ്ങളുടെ ഈഗോ, അതായത് നിങ്ങളെ കണ്ണ് വെക്കുന്ന തരത്തിലുള്ള ഒരു മാറ്റം നിങ്ങളുടെ ലൈഫിലേക്ക് ഭയങ്കര ഒരു ട്രാൻസ്ഫോർമേഷൻ ഞാൻ കാണുന്നുണ്ട്. നിങ്ങൾ പോലും വിചാരിക്കാതെ നിങ്ങളെ കണ്ണ് വെച്ച് പോകുന്നത്. ഓക്കെ, അങ്ങനെയുള്ള ഒരു ഭയങ്കര ഒരു ചേഞ്ച് ഷിഫ്റ്റിങ് ഞാൻ കാണുന്നുണ്ട്. എന്താണെന്ന് അറിയത്തില്ല. ഓക്കെ, അതുപോലെ തന്നെ ചുറ്റുമുള്ള ആൾക്കാർ കുറച്ച് പേരുണ്ട് ഭയങ്കര ഈ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ആ ഒരു സ്റ്റേജിലേക്ക് വന്നാൽ പോലും നിങ്ങളെ കണ്ണ് വെച്ച് ചീത്തയാക്കാൻ ശ്രമിക്കുന്ന ആൾക്കാർ. പക്ഷേ ഈ കിങ് ഓഫ് കപ്സ്, ലൈക്ക് ഈ രണ്ടാമത്തെ കാർഡ് എടുത്ത ആൾക്കാർ വേറൊരു ലെവലിലേക്കാണ് അവരുടെ ലൈഫിൽ മാറാൻ പോകുന്നത്.